ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ഒരു ഗ്രീൻ പീസ് കറിയാണ്. പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഉണങ്ങിയ ഗ്രീൻ പീസാണ്. അപ്പോൾ ഈ ഉണങ്ങിയ ഗ്രീൻ പീസ് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ല ടേസ്റ്റ് കൂടുതൽ. ഇപ്പം ഫ്രോസൺ ഗ്രീൻ പീസും അതുപോലെ ഫ്രഷ് ഗ്രീൻ പീസൊക്കെ വെച്ച് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഈ ഉണങ്ങിയ ഗ്രീൻ പീസ് വെച്ച് ചെയ്യുന്നതിൻ്റെ അത്ര ടേസ്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ കഴിയുന്നതും ഈ ഉണങ്ങിയ ഗ്രീൻ പീസ് എടുക്കാൻ നോക്കുക. പിന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് കുതിർത്ത് വെക്കണം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇത് കുതിർത്ത് വെക്കാൻ. അതുപോലെ ഈ ഉണങ്ങിയ ഗ്രീൻ പീസ് ഒന്ന് കുതിർന്ന് കിട്ടണമെങ്കിൽ 6-7 മണിക്കൂറേലും എടുക്കും. അപ്പോൾ നമ്മൾ രാത്രി ഇട്ട് രാവിലെ എടുക്കുകയാണെങ്കിൽ കറക്റ്റായിരിക്കും. അപ്പോൾ ഗ്രീൻ പീസ് നന്നായിട്ട് കുതിർത്ത് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞെടുത്തതാണിത്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള അരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ ഇട്ട് കൊടുക്കാം. അതുപോലെ 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2-2.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇനി അടച്ചു വെച്ച് ഒരു 3-4 വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം നിങ്ങൾ ഒരു 3-4 വിസിലടിച്ച് വെന്തോന്ന് നോക്കുക. എന്നിട്ട് വെന്തില്ലെന്നുണ്ടെങ്കിൽ 1-2 വിസിലും കൂടെ അടിച്ചെടുക്കുക. അപ്പോൾ ഇനി ഇതൊന്ന് തണുക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് തേങ്ങ തിരുമിയതാണ്. അപ്പോൾ ഈ ഒരു കറിക്ക് ഒരുപാട് തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല, വളരെ കുറച്ച് തേങ്ങ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 5 ചുവന്നുള്ളി തൊലിയൊക്കെ കളഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചുവന്നുള്ളിയൊക്കെ ഇത്രയും ചേർക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുക്കുന്ന 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടി നല്ല ടേസ്റ്റാണ് കറിക്ക് ഇടുമ്പോൾ. അതുപോലെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം അങ്ങ് ചേർക്കരുത്. അപ്പോൾ നമ്മൾ അരയ്ക്കുമ്പോൾ വെളിയിലൊക്കെ തെറിച്ച് പോകും. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രീൻ പീസ് കുക്കറിൽ വേവിക്കാൻ വെച്ചതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ വിസിലൊക്കെ മാറ്റിയിട്ട് പതുക്കെ തുറന്ന് എടുക്കുക. ഇപ്പോൾ ഗ്രീൻ പീസ് ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വേവണം, എന്നാലും നമ്മൾ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുറുകി നല്ല ടേസ്റ്റൊക്കെ വരത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ആദ്യമേ വെള്ളം ചേർത്തിട്ടുണ്ട് 2-2.5 കപ്പ്. അപ്പം ഇതിൻ്റെ അകത്തിലേക്ക് ഇനി അധികം വെള്ളമൊന്നും ചേർക്കണ്ട. ഈ മിക്സിയുടെ ജാറിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് കഴുകി ഒഴിച്ചാൽ മതി. ഇനി അല്ലാതെ വെള്ളമൊന്നും ചേർക്കണ്ട. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങ നമ്മൾ ചേർത്ത് കഴിഞ്ഞ് ഒത്തിരി നേരം അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ തേങ്ങ അരച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതുപോലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഒത്തിരി നേരം നമ്മൾ തീയിലിട്ട് ഇതുപോലെ അങ്ങ് ഒത്തിരി തിളപ്പിച്ച് കഴിഞ്ഞാൽ തേങ്ങയൊക്കെ അങ്ങ് പിരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ അങ്ങ് തീ ഓഫ് ചെയ്തേക്കുക. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതുപോലെ 1/4 ടീസ്പൂൺ കടുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ 2-3 ചുവന്നുള്ളി ഇതുപോലെ അരിഞ്ഞിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് 2-3 ഉണക്കമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അതുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒത്തിരി അങ്ങ് തീ കൂട്ടി വെച്ച് ഫ്രൈ ചെയ്യൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പം നമ്മളെല്ലാം കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കറിയിലേക്ക് ഈ കടുകൊക്കെ വറുത്ത് ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ്. ഇപ്പോൾ അത് ആ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. പുട്ടിൻ്റെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്